ഓക്കെ. അപ്പം നമ്മളുടെ അഡ്മിന് നമ്മള് ഇൻസ്ട്രക്ഷൻസ് സെൻഡ് ചെയ്തിരുന്നു. സോ അഡ്മിൻ പറഞ്ഞു ഓൾറെഡി നമ്മളത് കണക്ട് ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മെയിൽ ഐ ഡിയിലേക്ക് നമ്മൾ സോഹോ മെയിൽ തുറന്ന മെയിൽ ഐ ഡിയിലേക്ക് നമുക്കൊരു മെസ്സേജ് വരും. ഡൊമെയിൻ ഹാസ് ബിൻ സോറി മെയിൽ ഐ ഡി വരും. എ ഡൊമെയിൻ ഹാസ് ബിൻ അപ്ഡേറ്റഡ് ഇൻ യുവർ സോഹോ അക്കൗണ്ട്. ചെക്ക് ആഡ് ഡൊമെയിൻസ് ഏതാണ് നമ്മുടെ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. അപ്പോൾ ഇവിടുന്ന് ഈ ബട്ടൺ പിടിച്ച് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മെയിൻ അഡ്മിൻ കൺസോളിൽ പോയിട്ട് ഇത് വേറെ ആളുടെ അക്കൗണ്ടാണ് സൈൻ ഔട്ട് ചെയ്ത് ഗീക്സ് ഗ്ലോബൽ നമ്മൾ ഏതിലാണോ ഈ മെയിൽ വന്നിരിക്കുന്നത് ആ മെയിൽ വഴി തന്നെ ലോഗിൻ ചെയ്യണം സോഹോൻ്റെ. അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിഷ്യലി ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ എവിടെയാണോ നമ്മൾ മെയിൽ വന്നിരിക്കുന്നത് അതിൽ തന്നെ നോക്കിയാൽ ഈ കാര്യങ്ങളൊക്കെ നടക്കും. ഓക്കെ. ദെൻ നമ്മളുടെ അക്കൗണ്ട്സിൻ്റെ ഇതിലേക്കാണ് വന്നേക്കുന്നത്. ദെൻ ഇപ്പോൾ ലോഗിനായി. പക്ഷേ ഇവിടെയല്ല ഇതിലൊക്കെ പറയുന്നത് ചെക്ക് ആഡ് ഡൊമെയിൻസ് എന്നാണ്. അപ്പോൾ accounts.soho.in പോയത്. ദെൻ ഇതിൽ ഡൊമെയിൻസ് കാണാൻ പറ്റും. ഗീക്സ് ഗ്ലോബൽ ഡിജിറ്റൽ ഡോട്ട് ഇൻ വെരിഫൈഡ് ആയി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് അഡ്മിൻ സോഹോ അഡ്മിൻ കൺസോളിലേക്ക് തന്നെ പോവാം. സോഹോ അഡ്മിൻ കൺസോളിലേക്ക് പോവാം. അല്ലെങ്കിൽ സോഹോ മെയിലിൽ പോയാൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ സോഹോ മെയിൽ അഡ്മിൻ കൺസോളിലേക്ക് പോവാം. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം വരും. അതിൽ സോഹോ മെയിൽ അഡ്മിൻ കൺസോളിലേക്ക് പോവാം. ഓക്കെ. ഇപ്പോൾ ഇവിടെ ഡൊമെയിൻ നമുക്കിവിടെ കാണാം. get2.mh റെക്കോർഡ്സ് എന്ന് പറയുന്നുണ്ട്. ഈ mh റെക്കോർഡ്സും കൂടിയും നമ്മൾ ഡൊമെയിൻ നെയിം സെർവർ റെക്കോർഡ്സ് ഇപ്പോൾ സോഹോ മെയിലും നമ്മുടെ ഡൊമെയിൻ നെയിം സെർവറും തമ്മിൽ ഒരു ബന്ധമുണ്ടായിട്ടുണ്ട്. ഓക്കെ. അതാണ് നമുക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും റെക്കോർഡ്സ് നമുക്ക് ആഡ് ചെയ്യണം. ഇതും നമ്മളുടെ ഇമെയിൽ കോൺഫിഗർ ചെയ്യണമെങ്കിൽ ഇത്രയും റെക്കോർഡ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് നമ്മളുടെ ഇമെയിലിൻ്റെ നമുക്ക് ഇങ്ങോട്ട് വരുന്ന മെയിലിനെ ഇൻബോക്സിൽ കാണാനും നമുക്ക് അങ്ങോട്ട് പോകുന്ന മെയിലിൽ ഔട്ട് ബോക്സിൽ കാണാനും അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും കുറച്ച് റെക്കോർഡ്സും കൂടിയും ആഡ് ചെയ്യണം. നേരത്തെ ആഡ് ചെയ്തത് ടെക്സ്റ്റ് റെക്കോർഡായിരുന്നു. ഇനി ഇത്രയും കൂടി കുറച്ചും കൂടി സാധനങ്ങൾ നമുക്ക് ഈ റെക്കോർഡ്സും കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് അഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സെൻഡ് ടു DNS അഡ്മിനിലേക്ക് മെയിൽ അയക്കണം. ഓക്കെ. മെയിൽ അയക്കണം എന്ന് പറയും. മെയിൽ അയച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു റെക്കോർഡ്സ് ഒക്കെ നമ്മുടെ ഡൊമൈൻ നെയിം സെർവറിൽ ആഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ബോദർ ചെയ്യണ്ട. അപ്പോൾ അവിടെ ഹോസ്റ്റിൻ്റെ താഴെ നമുക്ക് ഇത് കൊടുക്കാം, പ്രയോറിറ്റിയുടെ താഴെ പ്രയോറിറ്റി കൊടുക്കാം, വാല്യൂവിൻ്റെ താഴെ വാല്യൂ കൊടുക്കാം. അത്രേ ഉള്ളൂ. ഇത് അത്രയും കോംപ്ലിക്കേറ്റഡ് ടാസ്ക് അല്ല, വളരെ സിമ്പിൾ ടാസ്ക് ആണ്. ഇപ്പോൾ നമ്മളുടെ അഡ്മിനാണ് നമ്മൾ അയക്കുന്നത്, നമ്മുടെ കയ്യിൽ ഡൊമൈൻ നെയിം സെർവറിൻ്റെ ആക്സസ് ഇല്ലാത്തത് കൊണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് SPF എന്ന് പറഞ്ഞ റെക്കോർഡ്. ഇത് അഗെയിൻ നമ്മൾ അഡ്മിനാണ് അയക്കുന്നത്. ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട. 2-3 റെക്കോർഡ്സ് നമ്മൾ നമ്മുടെ ഡൊമൈൻ നെയിം സെർവറായിട്ട് കണക്ട് ചെയ്യണമെന്ന് മാത്രം. ഫസ്റ്റ് ടെക്സ്റ്റ് റെക്കോർഡ് കണക്ട് ചെയ്തു, ദെൻ MH റെക്കോർഡ് കണക്ട് ചെയ്തു, SPF റെക്കോർഡ് കണക്ട് ചെയ്തു. ഇതൊക്കെ മെയിൽ കോൺഫിഗറേഷൻ്റെ ഭാഗങ്ങളാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു ഡിജിറ്റൽ മാർക്കറ്റർ അറിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നമുക്കൊരു ചെറിയൊരു ബിസിനസ്സുകാരോ എപ്പോഴെങ്കിലും നമുക്കൊരു ബിസിനസ് ഇമെയിൽ കോൺഫിഗറേറ്റ് ചെയ്യാൻ അറിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ യെസ് വി ക്യാൻ ഡു ഇറ്റ് വിത്ത് സോഹോ മെയിൽ. അത് മാത്രമേ ഉള്ളൂ. ദെൻ ഇത് നമുക്ക് ബിസിനസ് ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ നമുക്ക് ഈ ഒരു സർവീസ് നമുക്ക് പേയ്മെൻറ്റോട് കൂടി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വളരെ ഗുണമുള്ള ഒരു കാര്യമാണ്. ഓക്കെ. ഇപ്പോൾ നമുക്ക് നമ്മുടെ റെക്കോർഡ്സാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ഇതുവരെയായിട്ടും യൂസേഴ്സിനെ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ ഡൊമൈൻ നെയിം ഓൾറെഡി ഉള്ളത് കൊണ്ട് നമുക്ക് യൂസേഴ്സിനെ ആഡ് ചെയ്യാം. മെയിലാണ് ഫങ്ഷനാലിറ്റി ഇപ്പോൾ റെഡി ആവാത്തത്. അതിന് ഈ MH റെക്കോർഡും SPF റെക്കോർഡും നമ്മുടെ ഡൊമൈൻ നെയിം സെർവറായിട്ട് കണക്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് അങ്ങോട്ട് മെയിൽ അയക്കാനും ഇങ്ങോട്ട് മെയിൽ വരാനും പറ്റുള്ളൂ. ഇപ്പോൾ ഡൊമൈൻ നെയിം മെയിൽ ID ആയിട്ടില്ല. ഡൊമൈൻ നെയിം മെയിൽ IDക്ക് നമ്മൾ പുതിയൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാണ്.
അപ്പോൾ ഞാൻ എൻ്റെ പേര് കൊടുക്കുകയാണ് അലീറ്റ, ലാസ്റ്റ് നെയിം കൊടുക്കുകയാണ് വർഗീസ്. ദെൻ യൂസർ നെയിം ഇവർ പറയുന്നുണ്ട് alita.varghese.digital.in എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ പക്ഷേ അതല്ല കൊടുക്കുന്നത്. മാസ്റ്റർ ട്രെയിനർ എന്നാണ് കൊടുക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള പേര് യൂസ് ചെയ്യാം, മാസ്റ്റർ ട്രെയിനർ @geeksglobaldigital.in. ഇനി എനിക്ക് പാസ്വേഡ് കൊടുക്കാവുന്നതാണ്. ദെൻ റോൾ എന്താണ്, യൂസറാണോ അഡ്മിൻ ആണോ എന്നുള്ള റോള് ഞാൻ യൂസറാണ്. അഡ്മിൻ ആകുമ്പോഴാണ് അവർക്കാണ് എല്ലാ ആക്സസും കിട്ടുക. ഈ മെയിലിന് സെറ്റപ്പ് ചെയ്യാനും കൺസോളൊക്കെ നോക്കാനും ഒക്കെ ആക്സസ് അവർക്കാണ് കിട്ടുക. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ യൂസറായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഞാൻ പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്യട്ടെ. ഇതിൽ ഫോഴ്സ് യൂസർ ടു ചേഞ്ച് ദ പാസ്വേഡ് ഫസ്റ്റ് ലോഗിൻ ഉണ്ട്. ദെൻ നമുക്ക് ഈ യൂസർക്ക് മെയിൽ ID വഴി നമുക്ക് കൊടുക്കാം. ഗീക്സ് ഗ്ലോബൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മെയിൽ ID ഇത് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ ആ യൂസറിൻ്റെ മെയിൽ ID Gmail ID ഓൾറെഡി ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അലീറ്റ ജിജു എന്ന് പറഞ്ഞ മെയിൽ IDയിലേക്കാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് മുഴുവൻ അവർക്ക് കിട്ടും, യൂസർ നെയിമും പാസ്വേഡും. അപ്പോൾ അലീറ്റയാണ് ഇവിടുത്തെ മാസ്റ്റർ ട്രെയിനർ. സോ ഐ ഹാവ് ആഡഡ് ദി യൂസർ നെയിം ആസ് മാസ്റ്റർ ട്രെയിനർ and already given one password. So she must know what's the username and password, and only she can access the Soho mail. So ഈ മെയിൽ അയക്കാനായിട്ടാണ് നമ്മൾ ദെൻ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ചേഞ്ച് ദി പാസ്വേഡ് ഓൺ ഫസ്റ്റ് ലോഗിൻ, പാസ്വേഡ് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്യൂരിറ്റി ഇഷ്യൂസിൻ്റെ ഭാഗമായി അതൊരു നല്ലൊരു കാര്യമാണ്. സോ നമ്മളത് ചെക്ക് ചെയ്യണം. സോ നമുക്ക് ഇങ്ങനൊരു മെസ്സേജ് വരും, യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. ദെൻ ഇങ്ങനെ അവരുടെ യൂസർ നെയിം പാസ്വേഡായിട്ട് വരും. ദെൻ ഡൺ. അപ്പോൾ നമുക്കിവിടെ യൂസർ കാണാം, യൂസറുടെ സ്റ്റാറ്റസും കാര്യങ്ങളും കാണാം. യൂസർക്ക് സോഹോ മെയിൽ ആപ്പ് വഴി ഇതിലേക്ക് ലോഗിൻ ചെയ്യാം.